ഹലോ യൂട്യൂബ്, വെൽക്കം ടു അനദർ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഉള്ളത് റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റ് 350 ബറ്റാലിയൻ ബ്ലാക്ക് എഡിഷൻ ആണ് കേട്ടോ. അതിനോ നമ്മൾ കുറച്ച് ദിവസമായിട്ട് റോയൽ എൻഫീൽഡ് തന്നെയാണ്. ക്ലാസിക് എടുത്തു, 100 എടുത്തു, നമ്മൾ കഴിഞ്ഞ ആഴ്ച മീറ്റിയോർ എടുത്തു. അതായത് ഇപ്പോൾ ബുള്ളറ്റ് എടുക്കാൻ വീണ്ടും വന്നേക്കാണ്. അപ്പോൾ കുറച്ച് ആളായിട്ട് നമ്മൾ ഇവിടെ തന്നെയാണ്. കുറച്ച് ദിവസം നിന്ന് കഴിഞ്ഞാൽ റേഷൻ കാർഡിൻ്റെ പേരും വരും ഇവിടെ. എനിവേ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് എടുത്തേക്കണ മുതൽ. എടുക്കാൻ റീസൺ ഉണ്ട്. നമ്മുടെ GST 2.0 സ്ലാബ് അനുസരിച്ചിട്ട് ഇതിന് നല്ലൊരു പ്രൈസ് റെഡ്യൂസ് ആയിട്ടുണ്ട്. പ്രീവിയസ്ലി ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് 2,14,000 രൂപ ഓൺ റോഡ് എന്ന് പറഞ്ഞാണ് ചെയ്തത്. ഇന്നിപ്പോൾ അതിൻ്റെ വില കുറഞ്ഞിട്ട് ഏകദേശം 1,97,000 രൂപയായിട്ട് മാറിയിട്ടുണ്ട്. യെസ്, യു ഹെഡ്. ഈ ഒരു വണ്ടിക്ക് റോയൽ എൻഫീൽഡ് ബറ്റാലിയൻ ബ്ലാക്ക് ബുള്ളറ്റിന് നമുക്ക് 1,97,000 രൂപ മാത്രമേ ഉള്ളൂ ഓൺ റോഡ് വരുന്നത്. യെസ്, ഈ 1,97,000 രൂപ എന്ന് പറയുമ്പോഴത്തേക്കും ക്രാഷ് കാർഡ് വിത്തൗട്ട് ക്രാഷ് കാർഡ് ആട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും പറയണമെന്നിരിക്കും, പക്ഷേ മറന്നു. റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികൾക്ക് ഒന്നും ക്രാഷ് കാർഡ് ആ സ്റ്റോക്ക് വരുന്നില്ല. എല്ലാത്തിനും ക്രാഷ് കാർഡ് നിങ്ങൾ അഡീഷണൽ ചെയ്യണം. അപ്പോൾ ഞാൻ ഈ പറയുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ വിലയാണ്. ഇന്ന് ബുള്ളറ്റിൻ്റെ ഫുൾ ബേസേഷൻ ഞാൻ പറഞ്ഞുതരാം. എത്ര വേരിയൻറ്റ് വരുന്നുണ്ട്, എത്ര കളേഴ്സ് വരുന്നുണ്ട്, അങ്ങനെ സകല ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. സോ എന്തുകൊണ്ട് ബറ്റാലിയൻ ബ്ലാക്ക് എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ തിങ്ക് ഒരു ഡിസൈൻ തന്നെയാണ്. ഞാൻ പണ്ടത്തെ ആ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇത് ശരിക്കും ആ ഒരു 2012 വൈബൊക്കെ ശരിക്കും തരുന്നുണ്ട്. ഈ ഒരു ഡിസൈൻ ആയാലും, ഈ ഒരു ബോക്സ് ടെയിൽ ലൈറ്റ് ആയാലും, ഈ ഒരു സീറ്റ് ആയാലും ആ ഒരു പഴയ ബുള്ളറ്റിനെ നന്നായിട്ട് റിമൈൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ഇപ്പോൾ ബേസ് വേരിയൻറ്റ്. യെസ്, പ്രീവിയസ്ലി മിലിറ്ററി ബ്ലാക്ക്, മിലിറ്ററി റെഡ് ആയിരുന്നു ബേസ് വന്നിട്ടിരുന്നത്. അതിൻ്റെ മേലായിരുന്നു ബറ്റാലിയൻ ബ്ലാക്ക്, അതിൻ്റെ മേളിൽ സ്റ്റാൻഡേർഡ് ബ്ലാക്ക്, മെറൂൺ, ടോപ്പിൽ ബ്ലാക്ക് ഗോൾഡ്, ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ ബറ്റാലിയൻ ബ്ലാക്ക് ആയിട്ടുണ്ട് ബേസ്. മിലിറ്ററി ബ്ലാക്ക്, മിലിറ്ററി റെഡ് ഇപ്പോൾ സെക്കൻഡ് വേരിയൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ വ്യത്യാസമുള്ളൂ. ആദ്യം തന്നെ വേരിയൻ്റ് തന്നെ പറഞ്ഞുതരാം. നമുക്ക് ആക്ച്വലി 4 വേരിയൻറ്റ് വരുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ബേസ് ബറ്റാലിയൻ ബ്ലാക്ക് ആണ്. നമുക്കിതിൽ റിയർ ഡിസ്ക് ഉണ്ടാവില്ല. ഒരു 153 mm ഒരു ഡ്രമ്മാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സിംഗിൾ ചാനൽ ABS ആയിരിക്കും. പിന്നെ ഹാൻഡ് പെയിൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രിപ്പൊക്കെ കാണാൻ പറ്റും ടാങ്കിൽ. പിന്നെ ഇവിടെ 3D എംബ്ലം കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു സീറ്റും ഈ ഒരു ടെയിൽ ലൈറ്റും തന്നെയാണ്. യെസ്, ഈ ഒരു സീറ്റും ഈ ഒരു ടെയിൽ ലൈറ്റും ബറ്റാലിയൻ ബ്ലാക്കിന് മാത്രമേ ഉള്ളൂ, വേറൊരു വണ്ടിക്കും ഇല്ല. പിന്നെ അതിൻ്റെ മുകളിൽ വരുന്ന വേരിയൻ്റ് ആണ് മിലിറ്ററി ബ്ലാക്ക് എന്ന് പറയുന്നത്. പ്രീവിയസ്ലി മിലിറ്ററി റെഡ് ഉണ്ടായിരുന്നു, ബട്ട് ഇപ്പോൾ ഒരു മിലിറ്ററി റെഡ് എന്ന് പറയുന്നത് MTO ആക്കിയിട്ടുണ്ട്. അതായത് നിങ്ങൾ ഓർഡർ കൊടുത്താൽ മാത്രമേ ആ റെഡ് കളർ അവർ മാനുഫാക്ചർ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് അത് ഓർഡർ ചെയ്യാം. സെയിം പ്രൈസാണ്, പ്രൈസിൽ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് മിലിറ്ററി ബ്ലാക്കിനും മിലിറ്ററി റെഡിനും വരുന്നത് 1,98,000 രൂപയാണ്. അതായത് ഇതിനേലും 1000 രൂപ അധികം കൊടുക്കണം. അതിനെന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലെറ്ററിംഗ് ആവും, ഈ ഒരു സ്ട്രിപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, സ്റ്റിക്കറാവും. ഇവിടെ അത് തന്നെ സ്റ്റിക്കറാവും. പിന്നെ അതിനും നമുക്ക് റിയർ ABS ഇല്ല, റിയർ ഡിസ്ക് ഇല്ല. അതാണ് ആ ഇരിക്കുന്ന മോഡലാണ് കേട്ടോ. അത് ഞാൻ വേണേൽ ജസ്റ്റ് അടുത്തുനിന്ന് കാണിച്ചു തരാം. ഇതാണ് ആ ഒരു മിലിറ്ററി ബ്ലാക്ക് എന്ന് പറഞ്ഞ വേരിയൻറ്റ്. ഇവിടെ കാണാൻ പറ്റും, ഇവിടെ സ്റ്റിക്കറും ഇവിടെ ആ ഒരു ബുള്ളറ്റ് എന്നുള്ള സ്റ്റിക്കർ വരുന്നുണ്ട്. സീറ്റ് വ്യത്യാസമുണ്ട്, നോർമൽ സീറ്റാണ്. പിന്നെ റൗണ്ട് ടെയിൽ ലൈറ്റും, പിന്നെ അവിടെ ഡിസ്ക് ഇല്ല. പിന്നെ വീൽ കളർ വ്യത്യാസമുണ്ട്. ഇതിന് ബ്ലാക്ക് വീൽസാണ് വരുന്നത്, അതിന് സിൽവർ ക്രോം ആയിരിക്കും. ഓക്കെ, അതിനും ഇതിനും നമുക്ക് സിംഗിൾ ചാനൽ ABS ആണ് കേട്ടോ, വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇതിന് ടോപ്പിൽ വരുന്ന വേരിയന്റ് എന്ന് പറയുന്നത് ഒരു മെറൂൺ റെഡും പിന്നെ ഒരു സ്റ്റാൻഡേർഡ് ബ്ലാക്ക് ആണ്. നമുക്ക് ഇവിടെ മെറൂൺ റെഡ് ഇതേ ഇരിക്കുന്നുണ്ട്. ഇതിനാണ് നമുക്ക് ആക്ച്വലി റിയർ ഡിസ്കും പിന്നെ റിയർ ABSും വരുന്നത്. നമുക്ക് ഇതിന് ഏകദേശം 2,21,000 രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. സ്കൂളിലാണ് കുറച്ച്, കാരണം റിയർ ഡിസ്കും വരുന്നുണ്ട്, റിയർ ABSും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു പ്രൈസ് ആയി വരുന്നത്. ടാങ്കും അതുകൊണ്ട് 3D എംബ്ലം അതിൻ്റെ പോലെ തന്നെയാണ് ഇതിന് ഇരിക്കുന്നത്. അതൊന്നും വ്യത്യാസമൊന്നുമില്ല. പിന്നത്തെ ഒരു മോഡൽ എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. ഞാൻ എൻ്റെ വീഡിയോ കാണിച്ചു തരാം. ഒരു ബ്ലാക്ക് ഗോൾഡ് എന്നുള്ള കളറാണ്. അതിനാകുമ്പോഴത്തേക്ക് നമുക്ക് കംപ്ലീറ്റ്ലി ബ്ലാക്ക് ട്രീറ്റ്മെന്റ് ആണ്. പോക്ക് വീൽ ആവട്ടെ, ഒരു എഞ്ചിൻ കേസിംഗ് ആവട്ടെ, ഒരു എക്സോസ് ആവട്ടെ, കംപ്ലീറ്റ്ലി ഒരു ബ്ലാക്ക് ട്രീറ്റ്മെന്റ് ആണ് ആ ഒരു വണ്ടിക്ക് വരുന്നത്. ബേസിക്കലി ഈ ഒരു വണ്ടി തന്നെയാണ്, പ്ലസ് ആ ഒരു കളർ വൈസ് മാത്രമേ വ്യത്യാസം. അതിന് ഏകദേശം നമുക്ക് 2,51,000 രൂപ വരുന്നുണ്ട്. പ്രീവിയസ്ലി അതൊക്കെ 2,80,000 പറഞ്ഞാണ്, ഇപ്പോൾ വില പറഞ്ഞിട്ട് 2,51,000 ആയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് 4 വേരിയന്റും അതിന്റെ പ്രൈസും വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മുടെ വൈറ്റിലുള്ള കൈസ മോഡൽസിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഇനി ഈ വണ്ടിയുടെ വിശേഷം പറഞ്ഞുതരാം. ഫ്രണ്ടിൽ തന്നെ തുടങ്ങാം. നമുക്ക് ഏത് മോഡൽ ആയിക്കോട്ടെ, ബറ്റാലിയൻ ആയിക്കോട്ടെ, മിലിറ്ററി ആയിക്കോട്ടെ, മെറൂൺ ആയിക്കോട്ടെ, ഈവൻ ആ ഒരു ടോപ്പ് ബ്ലാക്ക് ഗോൾഡ് ആയിരിക്കട്ടെ, ഒന്നിനും LED ഹെഡ്ലൈറ്റ് വരുന്നില്ല. നമ്മുടെ ക്ലാസിക് പോലെ LED ആയിട്ടില്ല. പിന്നെ ഇൻഡിക്കേറ്റർ എല്ലാത്തിനും ഈ പറഞ്ഞ 4 മോഡലിലും ഹാലജൻ ആണ് വരുന്നത്. ബൾബ് ഇൻഡിക്കേറ്റർ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐ തിങ്ക് അഡീഷണൽ കോസ്റ്റ് കൊടുത്തിട്ട് LED ആക്കാമെന്ന് തോന്നുന്നു. പിന്നെ താഴെ നോക്കുകയാണെങ്കിൽ ഒരു 40 mm ടെലസ്കോപ്പിക് ഫോർക്ക് കാണാം. ഏകദേശം 130 mm ആണ് ട്രാവൽ. നമുക്ക് താഴെ നോക്കുകയാണെങ്കിൽ ഒരു 300 mm ഡിസ്ക് വിത്ത് ബൈബ്രയുടെ കാലിപ്പർ, പിന്നെ ഒരു 19 ഇഞ്ച് സ്പോക്ക് വീൽ കാണാനായിട്ട് പറ്റും. നമുക്ക് ഇതിന് അലോയ് വീൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല കേട്ടോ എല്ലാ മോഡലിനും. ഏകദേശം ഐ തിങ്ക് 100 സെക്ഷനിലോ ഫ്രണ്ട് ടയർ വരുന്നുണ്ട് ഇതിന്. പിന്നെ സൈഡിലേക്ക് വരുവാണെങ്കിൽ ആ ഒരു എഞ്ചിൻ ആ ഒരു 349cc സീരീസ് എഞ്ചിനാണ്. 2 വാൽവ് എയർ കൂൾഡ് എഞ്ചിനാണ്. പവർ നോക്കുകയാണെങ്കിൽ ഏകദേശം 20 ഹോഴ്സ് പവർ, 6000 RPM. ടോർക്ക് നോക്കുകയാണെങ്കിൽ 27 Nm ടോർക്ക്. മേറ്റഡ് ടു 5 സ്പീഡ് ഗിയർ ബോക്സ്, ബട്ട് നോ സ്ലിപ്പർ ക്ലച്ച്. യെസ്, സ്ലിപ്പർ ക്ലച്ച് ഇതിനകത്തേക്ക് എത്തിയിട്ടില്ല. നമുക്ക് 100ൽ വന്നു, മീറ്റിയോറിൽ വന്നു. നമുക്ക് ക്ലാസിക്കിനും ബുള്ളറ്റിനും നിലവിൽ ഞാനിപ്പോൾ ഇന്ന് വീഡിയോ എടുക്കുന്നത് 11 ഒക്ടോബർ 2025 ഇതുവരെ വന്നിട്ടില്ല. വിച്ച് ഇസ് ഷെയിം. ഒരു സ്ലിപ്പർ ക്ലച്ച് എല്ലാത്തിനും കൂടി ഒരു അപ്ഡേറ്റ് ആയിട്ട് കൊടുക്കായിരുന്നു. ഇതിപ്പോൾ ഇതിനേലും കോസ്റ്റ് കുറവാണ്. ഐ തിങ്ക് സെയിം പ്രൈസ് ആണ് നമുക്ക് ഒരു 100 വരുന്നത്. അതിന് സ്ലിപ്പർ ക്ലച്ച് ഉണ്ട്, പക്ഷേ ഇതിന് സ്ലിപ്പർ ക്ലച്ച് ഇല്ല. സൈഡിലൊക്കെ വരുവാണെങ്കിൽ ഒരു 3D എംബ്ലോ കാണാനായിട്ട് പറ്റും. നല്ല രസമുണ്ട് കാണാനായിട്ട്. ബുള്ളറ്റ് 350 ചെയ്തിട്ട് പിന്നെ
പിന്നെ ആ ഒരു ക്രോമായിട്ടുള്ള എക്സോസ് കാണാം. പിന്നെ സീറ്റ്, ഈ വണ്ടിയുടെ മെയിൻ ഡിഫറൻസ് പറയുന്നത് ഇതിൻ്റെ ഒരു സീറ്റ് തന്നെ കേട്ടോ. ഈ ഒരു ബാക്ക് സീറ്റ് കുറച്ചും കൂടി ഒരു തിക്നെസ് കൂടുതലാണ്. മറ്റേത് കുറച്ചും കൂടി ഇങ്ങനെ ഫ്ലോട്ടിംഗ് ആയിട്ട് ഒരു കർവ്ഡ് ഷേപ്പിൽ ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം ഒരു ബോക്സ്, ഒരു ബ്രെഡിൻ്റെ ഷേപ്പൊക്കെ ഇല്ലേ അതുപോലെയാണ് ഇരിക്കുന്നത്. സോ തിക്ക്. പിന്നെ ബാക്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിന് റിയർ ഡിസ്ക് വരുന്നില്ല. ഇതിന് ഇപ്പോഴും ഡ്രമ്മാണ്. ഇതിന് മിലിറ്ററിക്കും ഡ്രമ്മാണ്. നമുക്ക് ബ്ലാക്ക്, മെറൂൺ, റെഡ്, ബ്ലാക്ക് ഗോൾഡിന് മാത്രമേ നമുക്ക് റിയർ ഡിസ്കും ABS വരുന്നുള്ളൂ. അതിനകത്തേക്ക് നമുക്ക് 270 ഡിസ്കും വരും, നമുക്ക് റിയർ ABS വരും. പിന്നെ ബാക്ക് ടയറൊക്കെ നോക്കുകയാണെങ്കിൽ സെയിം ആയിട്ട് എല്ലാത്തിൻ്റെ 120 സെക്ഷൻ്റെ ടയറാണ് വരുന്നത്. 18 ഇഞ്ചിൻ്റെ സ്പോക്ക് വീൽസ് ആണ് വരുന്നത്. പിന്നെ ബാക്കിൽ ഞാൻ പറഞ്ഞ ഒരു ബോക്സ് ടെയിൽ ലൈറ്റ് പോകും നോക്കി, ബാക്കിൽ നിന്നൊക്കെ ഒരു വ്യൂ നോക്കി നല്ല രസത്തിൽ കാണാനായിട്ട്. ശരിക്കും ആ ഒരു 2012 ആ ഒരു കാലഘട്ടത്തിലുള്ള ബുള്ളറ്റ് നന്നായിട്ട് റിമൈൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാണ് അതിൻ്റെ ഒരു ഗ്രാബറിൽ, ബാക്കിലാണ് ഗ്രാബറിലുള്ളത്. സോ ബട്ട് കംഫർട്ടബിൾ ആണ്. ഇവിടെ ഒരു കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ ഇവിടെ പിടിച്ച് നിൽക്കാം, രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. സോ പിന്നെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു 5 സ്പീഡ് ഗിയർ ബോക്സ്, സാഡ്ലി നോ സ്ലിപ്പർ ക്ലച്ച് യെറ്റ്, കുറച്ച് കഴിയുമ്പോൾ വരും, അത് ഷുവറാണ്. പിന്നെ സീറ്റ് ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 805 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. അത് അത്ര കൂടുതലല്ല, കാരണം ഇതിൻ്റെ സീറ്റിന് അത്യാവശ്യം ഇവിടെ വീതി കുറവാണ്. നമുക്ക് അത്യാവശ്യം പ്ലാൻ ഫുട്ട് ചെയ്തിരിക്കാനായിട്ട് പറ്റും. ടാങ്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 13 ലിറ്റർ ടാങ്ക് വരുന്നുണ്ട്. പേടിക്കേണ്ട, ഇതും സേഫ് ഫ്രം നിതിൻ ഗഡ്കരി ഫോർ നൗ. T20 കംപ്ലൈൻ്റ് ആണ്. നമുക്ക് ഏകദേശം 13 ലിറ്റർ ടാങ്ക് വരുന്നുണ്ട്. മൈലേജ് നോക്കുകയാണെങ്കിൽ മീറ്റിയോറിൻ്റെ ഒക്കെ സെയിം ആണ്, ബിക്കോസ് ഇതിൻ്റെ വെയിറ്റ് തന്നെയാണ് ഇതിൻ്റെ റീസൺ. 195 കിലോ വെയിറ്റ് ഉണ്ട്. സോ ഏകദേശം നമുക്കൊരു 33, 35, 36 ആ ഒരു ലെവലിലേക്ക് മൈലേജ് കിട്ടും. നിങ്ങൾ അത്യാവശ്യം റിങ് ചെയ്ത് ഓടിക്കുന്ന ആളാണെങ്കിൽ ഒരു ഡ്യൂക്കോ NS ഒക്കെ ഓടിക്കുന്ന പോലെ ഇത് ഓടിച്ചു കഴിഞ്ഞാൽ 30 താഴെ പോകും, ഷുവറാണ്. പിന്നെ റോയൽ എൻഫീൽഡ് ചെയ്യുന്ന നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ദോ ബേസ് ആണെങ്കിൽ കൂടെ ഇതിൻ്റെ സ്വിച്ച് ഗിയേഴ്സ് ആ ഒരു റോട്ടറി ടൈപ്പ് സ്വിച്ച് ഗിയർ ഇതിന് കൊടുത്തു. നമുക്കിവിടെ ഇവിടെ ഇൻഫോ ബട്ടൺ ഉണ്ട്, പാസ് ഉണ്ട്, ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ഹോൺ ഉണ്ട്, ഇവിടെ എഞ്ചിൻ ഗിൽ സ്വിച്ച്, പിന്നെ കോഷൻ ലാമ്പും വരുന്നുണ്ട്. പിന്നെ ഇൻസ്ട്രുമെന്റ് കൺസോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പഴയ ആ ഒരു ഇൻസ്ട്രുമെന്റ് കൺസോൾ ആണ്. നമുക്ക് ഇതിനകത്ത് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ബേസിക് ഇൻഫോ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു സ്പീഡോമീറ്റർ ഉണ്ട്, ഇവിടെ ഒരു ഇൻഫർമേഷൻ കാണിക്കുന്നുണ്ട്, ഫ്യൂവൽ ലെവൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, ട്രിപ്പ് A, B, F ഉണ്ട്. F മീൻസ് വണ്ടി റിസർവ് ആണ്. പിന്നെ ഒരു ഓഡോമീറ്റർ, ടൈം, ടോട്ടൽ കിലോമീറ്റർ, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ കാണിക്കുള്ളൂ. വണ്ടിക്ക് ഇപ്പോഴും ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഇല്ല. വണ്ടിക്ക് ഏത് മോഡൽ ആയിക്കോട്ടെ, ഇതായിക്കോട്ടെ, ടോപ്പ് ആയിക്കോട്ടെ, നമുക്ക് ആ ഒരു ട്രിപ്പറും സ്റ്റാൻഡേർഡ് വരുന്നില്ല. ട്രിപ്പർ വേണമെങ്കിൽ അഡീഷണൽ ആഡ് ചെയ്യണം. കാരണം ഈ വിലയ്ക്ക് വരുന്ന 100 ട്രിപ്പർ ഉണ്ട്, 100 സ്ലിപ്പർ ക്ലച്ച് ഉണ്ട്. ബട്ട് ഈ വിലയ്ക്കുള്ള ബുള്ളറ്റിന് ട്രിപ്പറും ഇല്ല, സ്ലിപ്പർ ക്ലച്ചും ഇല്ല. സോ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു വാക്ക് അറൗണ്ട്. ഞാൻ പറഞ്ഞു, പിന്നെ വില നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 1,97,000 രൂപയാണ്. ആ ഒരു പ്രൈസിന് ഒരു ഫുൾ സൈസ് റോയൽ എൻഫീൽഡ് കിട്ടുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. സോ ഇതാണ് കയറി നിന്നിട്ടുള്ള വ്യൂ. എനിക്ക് കയറി ഇരിക്കുമ്പോൾ പ്ലാനറ്റ് ഫുട്ടാണ്. എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 179 സെൻറ്റിമീറ്റർ ആണ്. സോ എനിക്ക് അത്യാവശ്യം പ്ലാനറ്റ് ഫുട്ടായിട്ട് ഇരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഉന്തി തള്ളാനാണെങ്കിലും വലിയ കുഴപ്പമില്ല, കാരണം ഇതിൻ്റെ വെയിറ്റ് ഇരിക്കുന്നത് നമ്മളിരിക്കുന്നതിന് നേരെ താഴെയാണ്. സോ നമുക്ക് ഫ്രണ്ടിലോ ബാക്കിലോ ഒരുപാട് വെയിറ്റ് ആയിട്ട് തോന്നില്ല, ഈസിലി ഉന്തി തള്ളി നടക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് കയറി നിന്നിട്ടുള്ള വ്യൂ. പലർക്കും ഒരു സംശയം ഉണ്ടാവും, എന്താണ് ഈ ഒരു ക്ലാസിക്കും അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ബുള്ളറ്റും തമ്മിലുള്ള വ്യത്യാസം. ഇതിൻ്റെ ഹാൻഡിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഹാൻഡിൽ കുറച്ചും കൂടി യു ഷേപ്പാണ്. സോ കുറച്ചും കൂടി ഹാൻഡിൽ പൊങ്ങിയാണ് ഇരിക്കുന്നത്. അത് തോന്നില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ടാങ്കും വ്യത്യാസമുണ്ട്. യെസ്, ടാങ്ക് കുറച്ചും കൂടി ഇങ്ങനെ വീതി കൂടുതലാണ്, പക്ഷേ ഇങ്ങനെ, അതായത് ഈ ഒരു വണ്ണം ഉണ്ടല്ലോ അത് കുറവാണ്. സോ കുറച്ചും കൂടി സ്ലിമ്മറാണ്. ഹാൻഡിൽ ബാർ കുറച്ചും കൂടി അപ്രൈറ്റ് ആണ്. സോ നമ്മൾ ഇരിക്കുമ്പോഴത്തേക്കും ഒരു കമാൻഡിങ് പൊസിഷനാണ് ഈ ഒരു വണ്ടിയിൽ നിന്ന് കിട്ടുന്നത്. ഒരു കോക്പിറ്റ് വ്യൂ എന്ന് പറയുന്നത് നല്ല ഭംഗിയുണ്ട്. സ്പെഷ്യലി ഈ ഒരു മീറ്റർ കൺസോളും ഓഫ്സെറ്റ് ആയിട്ടുള്ള കീ ഇൻസേർട്ടും ഈ ഒരു ബുള്ളറ്റിൻ്റെ ടാഗ് ആണെങ്കിലും കാണാനായിട്ട് നല്ല രസമുണ്ട്. പിന്നെ ഈ മാസ് സിലിണ്ടറൊക്കെ നോക്കി, ഓ മാൻ, അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി മാസ് സിലിണ്ടറാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. സോ ഇതാണ് ഈ വണ്ടിയിൽ കയറുന്നിട്ടുള്ള വ്യൂ. പിന്നെ മിറർ ഇതിന് ആക്ച്വലി ബ്ലാക്ക് ആണ് വരുന്നത്. നമുക്ക് ആ ഒരു വണ്ടിക്ക്, അതായത് ആ ഡ്യുവൽചാനൽ ABS വണ്ടിയിലെ അപ്പോഴത്തേക്കും നമുക്ക് ക്രോം ആയിട്ടുള്ള മിറർ ഹാൻഡിലൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഏത് മോഡലായിക്കോട്ടെ, ഇതായിക്കോട്ടെ, ടോപ്പ് ആയിക്കോട്ടെ, ഇതായാലും ഏത് ബുള്ളറ്റ് ആയാലും നമുക്ക് അഡ്ജസ്റ്റബിൾ ലിവറോ, അഡ്ജസ്റ്റബിൾ ക്ലച്ചോ, അഡ്ജസ്റ്റബിൾ ബ്രേക്ക് ലിവറോ ഒന്നും വരുന്നില്ല. ഇതിൻ്റെ എക്സോസിലോട് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. വലിയ വ്യത്യാസമൊന്നുമില്ല, എല്ലാം സെയിം ആണ്. 100 ആണ് കുറച്ചും കൂടി ലൗഡായിട്ട് തോന്നണം, കാരണം ഷോർട്ട് പൈപ്പ് ആയതുകൊണ്ട്. ഓ, മാൻ, സ്വീറ്റ്, ബ്ലഡി സ്വീറ്റ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വയറ്റിലുള്ള കൈസ മോട്ടോഴ്സ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അവരെന്തായാലും ഹെൽപ്പ് ചെയ്യും. ഫിനാൻസ് വൈസ് ആണെങ്കിലും എന്ത് അഡ്വൈസ് വേണമെങ്കിലും നിങ്ങൾ അവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം. ഞാൻ അവരുടെ നമ്പേഴ്സും കാര്യങ്ങളും കൊടുത്തേക്കാം. നമുക്ക് ആക്ച്വലി അകത്ത് പോയിട്ട് ആ ഒരു ബ്ലാക്ക് ഹോളൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ആ ഒരു ടോപ്പ് മോഡൽ അകത്ത് കാണിച്ചില്ലേ, അത് ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. താങ്ക്സ് ടു ദീസ് ഗൈസ്, അവരാണൊന്ന് എടുത്ത് കാണിച്ചു തന്നത്. ഇതാണ് ആ ഒരു ബ്ലാക്ക് ഗോൾഡ് എന്ന് പറഞ്ഞ ടോപ്പ് വേരിയൻറ്റ്. 2,56,000 ഉണ്ടോ, സോറി. ഇത് ആക്ച്വലി ബ്ലാക്ക് ഗോൾഡ് എന്ന് പറയുമെങ്കിലും ഇത് ആക്ച്വലി ഗോൾഡ് അല്ല. ഒരുമാതിരി റോസ് ഗോൾഡ് എന്ന് പറഞ്ഞ കളർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതൊരു ഷെയ്ഡാണ് വരുന്നത്. ആക്ച്വലി ഗോൾഡ് ബറ്റാലിയൻ ബ്ലാക്ക് ആണ്. ഇത് ആക്ച്വലി റോസ് ഗോൾഡ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് വരുന്നത്. അതിലും ഗോൾഡ് ഉണ്ട്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ആ പേരിട്ട്. ഇപ്പോൾ ബ്ലാക്ക് ഗോൾഡ് എന്താ വ്യത്യാസം വെച്ചാൽ കംപ്ലീറ്റ്ലി മാറ്റ് ബ്ലാക്ക് ട്രീറ്റ്മെൻറ്റ് ആണ്. ഈ ഒരു ഫെൻഡർ ആയാലും
ഈ ഒരു എൻജിൻ കേസിംഗ് ആയാലും ആ ഒരു എക്സോസ് ഒക്കെ നോക്കി കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആണ്. ഈ ഒരു വീൽസ് ആയാലും എല്ലാം കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് ട്രീറ്റ്മെന്റ് ആണ്. ബട്ട് അവർ ഒരു ഹാൻഡിൽ ക്രോം കൊടുത്തു. അത് ശരിക്കും സ്റ്റാൻഡ് ഔട്ട് ചെയ്തിരിക്കുന്നുണ്ട്. പറയണം, നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ തന്നെ നോക്കി ബ്ലാക്ക് ആയിരുന്നെങ്കിൽ കുറച്ചും ബെറ്റർ ആണ്. ബട്ട് ഇത് കൊടുത്തിട്ട് ആയാലും നല്ല രസമുണ്ട് ശരിക്കും. ഈ ഒരു ഇൻസ്ട്രുമെന്റ് കൺസോളിൻ്റെ ആ ലേ ഔട്ടൊക്കെ ആയിട്ട് ശരിക്കും നല്ല പോപ്പ് ചെയ്തിരിക്കുന്നുണ്ട്. ഒരു പ്രീമിയം ഫിനിഷ് തന്നെ ഉണ്ട് കേട്ടോ. പറയണം, അവർ കംപ്ലീറ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ റോയൽ എൻഫീൽഡ് ക്ലാസിക്കിന്റെ സ്റ്റെൽത്ത് ബ്ലാക്ക് ലെവലല്ല. ഇവിടെയൊക്കെ ആണെങ്കിലും ഈ ഒരു ഹെഡ്ലൈറ്റ് ക്യാപ്പിലാണെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ ആണെങ്കിലും അവിടെയൊക്കെ അവിടെ ആയിട്ട് പിന്നെ ഒരു എയർ കൂളിങ്ങിൻ്റെ ആ ഒരു ഫിന്നില്ലേ അതിനൊക്കെ ആണെങ്കിലും അവിടെയൊക്കെ ആയിട്ട് ക്രോമൊക്കെ ഉണ്ട്. സോ ഓവറോൾ കാണാൻ നല്ല രസമുണ്ട്. എന്താണ് വ്യത്യാസം ഞാൻ പറഞ്ഞു, ഈ ഒരു കളർ മാത്രമേ വ്യത്യാസമുള്ളൂ. എസ്പെഷ്യലി ആ ഒരു മെറൂൺ റെഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കളർ മാത്രമേ വ്യത്യാസമുള്ളൂ. എക്സ്ട്രാ ഒരു 30,000 നിങ്ങൾ ഈ കളറിന് കൊടുക്കേണ്ടി വരും. സാഡ്ലി നമുക്ക് ഇതിന് ട്രിപ്പർ ആഡ് ചെയ്യാനേ പറ്റുള്ളൂ. സ്റ്റോക്ക് വരുന്നില്ല. നമുക്ക് ഏകദേശം 5,000 രൂപ അത്ര തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ട്രിപ്പർ ആഡ് ചെയ്യാം. പിന്നെ ഞാൻ ചോദിച്ചു LED ആഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. യെസ്, നിങ്ങൾക്ക് LED ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. എന്താണ് ആഡ് ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് ഇതിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല. വിച്ച് ഷെയിം. വേറൊരു ന്യൂസ് ഞാൻ കേട്ടത് എന്തോ ഒരു അപ്ഡേറ്റ് ഈ വണ്ടിക്ക് വരുന്നുണ്ട് റോയൽ എൻഫീൽഡിൻ്റെ ഭാഗത്തുനിന്ന്. ഐ തിങ്ക് കളർ വൈസ് ആവാനാണ് ചാൻസ്, അല്ലെങ്കിൽ ഈ ഒരു LED ഹെഡ്ലൈറ്റ് ഒക്കെ ആവാൻ നല്ല ചാൻസ് ഉണ്ട്. സോ ഞാനിന്ന് വീഡിയോ എടുക്കുന്നത് 10/11/2025 ഒക്ടോബർ മാസമാണ്. സോ ഇതിന് ശേഷമാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ചിലപ്പോൾ പുതിയത് വരാണ്ടിരിക്കാം. കാരണം ഇവിടെ ചോദിച്ചപ്പോഴത്തേക്കും ഇപ്പോൾ ബുള്ളറ്റിന് എല്ലാത്തിനും 20 days പ്ലസ് ഡിലേ വരുന്നുണ്ട്. സോ പുതിയ എന്തോ അപ്ഡേറ്റ് വരുന്നതാണ് പറഞ്ഞത്. എൻ്റെ ഗസ്റ്റ് ആണെങ്കിൽ പുതിയ കളേഴ്സും ആ ഒരു LED ഹെഡ്ലൈറ്റും കൺസോൾ ചിലപ്പോൾ ഗിയർ പുഷ് ഇൻഡിക്കേറ്റർ വരാൻ ചാൻസ് ഉണ്ട്. മേ ബി സ്ലിപ്പർ ക്ലച്ചും വരാം. ഇതായിരിക്കാം ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറയാൻ വിട്ടൊരു കാര്യമുണ്ട്, ബാക്ക് സസ്പെൻഷൻ ആരും പറഞ്ഞില്ല. നമുക്കൊരു 6 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഡ്യുവൽ ഷോക്ക് വരുന്നുണ്ട്. നമുക്ക് 100 ആയിക്കോട്ടെ, മീറ്റർ ആയിക്കോട്ടെ, ക്ലാസിക് ആയിക്കോട്ടെ, ബുള്ളറ്റ് ആയിക്കോട്ടെ, എല്ലാത്തിനും ഒരേ ട്രാവലുള്ള ഫ്രണ്ട് ഫോർക്കാണ്. 130 mm ഫ്രണ്ട് ഫോർക്കും പിന്നെ ഒരേ 6 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള റിയർ ഷോക്കാണ് വരുന്നത്. 100ന്റെ കുറച്ചും കൂടി ട്യൂണിങ് വ്യത്യാസമുണ്ട്. ടയർ പ്രൊഫൈലൊന്നും മാറ്റില്ല. ഫ്രണ്ട് 100ഉം ബാക്ക് 120 ഞാൻ പറഞ്ഞു. ഒന്നിനും നമുക്ക് അലോയ് വീൽസ് സ്റ്റാൻഡേർഡ് വരുന്നില്ല. ഓക്കെ, സോ ഇതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങളൊരു വണ്ടി പരിചയപ്പെടുത്താം, അതിൻ്റെ പ്രൈസൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. സോ അത്രയൊക്കെ തന്നെയുള്ള വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നത്. ബൈ.